السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. സഹോദരന്മാരെ, സഹോദരികളെ, ഡിസംബർ അവസാന വാരം കോഴിക്കോട് വെച്ച് നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഈ മേഖലയിലെ പ്രചരണോദ്ഘാടന പരിപാടിയിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഗൗരവമുള്ള ആദർശം ഈ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇത്തരം പ്രചാരണ സമ്മേളനങ്ങൾ കൊണ്ട് പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഉത്ബുദ്ധമായ ഈ സദസ്സിന് മുമ്പിൽ, വിശിഷ്യ ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ സൗഭാഗ്യം ലഭിച്ച ആലുവയിൽ ആ പ്രസ്ഥാനത്തെക്കുറിച്ചോ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചോ വിവരിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ ചരിത്രം നമുക്കറിയാം, പലപ്പോഴും വിസ്മരിക്കപ്പെടുകയോ വികലമാക്കപ്പെടുകയോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രം ഏറ്റവും കൂടുതൽ വികലമാക്കാൻ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് ഈ പ്രസ്ഥാനം നടത്തിയ നവോത്ഥാനത്തിൻ്റെ ചരിത്രം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ ബാധ്യതയാണ് ഈ 8ാം സമ്മേളനത്തിൽ പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ സംസാരം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഗൗരവമുള്ള വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു മുൻവിധിയില്ലാതെ നിങ്ങളെൻ്റെ സംസാരം കേൾക്കണം എന്ന് മാത്രമാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, വളരെ പ്രയാസകരമായ ഒരനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദർശം
ഈ പ്രസ്ഥാനം നടത്തിയ നവോത്ഥാന പ്രവർത്തനം ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ഒരുപക്ഷെ ഭൗതിക ചരിത്രകാരന്മാർ കേരള മുസ്ലിം ഐക്യസംഘം അടക്കമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസപരമായി പിന്നോക്കത്തിലായിരുന്ന മുസ്ലിം സമൂഹത്തെ മുന്നോക്കത്തിലേക്ക് കൊണ്ടുവന്നത്, വിദ്യ അഭ്യസിക്കുന്നതിന് അറച്ചുനിന്ന മുസ്ലിം സമുദായത്തെ അതിന് പ്രേരിപ്പിച്ചത് ഇംഗ്ലീഷ് ഭാഷയും സയൻസും കണക്കുമൊക്കെ സമൂഹത്തിൽ അറപ്പുണ്ടാക്കുന്ന വിധം വെറുപ്പ് പണ്ഡിതന്മാർ സൃഷ്ടിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ചത് സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കുക എന്ന അടിസ്ഥാന സൗകര്യം മുതൽ സ്ത്രീകളെ വിദ്യാഭ്യാസ രംഗത്തേക്ക് മുമ്പോട്ട് കൊണ്ടുവന്നത് യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളും കോളേജുകളും സ്കൂളുകളും സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ സ്ഥാപിച്ചതും അതിനുവേണ്ടി പ്രേരണ നൽകിയതും പ്രേരിപ്പിച്ചതും, ഇങ്ങനെ തുടങ്ങി അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച ചരിത്രമാണ് ഒരുപക്ഷേ ഭൗതിക ചരിത്രകാരന്മാർക്ക് പറയാനുണ്ടാവുക. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായി പറയാനുള്ള അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ നവോത്ഥാനം ഇതൊന്നുമല്ല. ഇതൊക്കെ ഈ പ്രസ്ഥാനം നടത്തിയ നവോത്ഥാന പ്രവർത്തനത്തിന്റെ പാർശ്വഫലങ്ങളായി കാണണം. ഈ പ്രസ്ഥാനം നടത്തിയ ഏറ്റവും ശക്തിയുള്ള നവോത്ഥാന പ്രവർത്തനം നമ്മെ സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം, ആ സൃഷ്ടാവിനോട് വഴിപാടുകളും പൂജകളും നടത്തുന്നതിന് പകരം, ആ സൃഷ്ടാവിനെ വിളിച്ചു തേടുന്നതിന് പകരം, ആ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം സകല കല്ലുകളോടും സകല വൃക്ഷങ്ങളോടും സകല കബറുകളോടും സകല വിഗ്രഹങ്ങളോടും പ്രാർത്ഥിച്ച, തേടിയ, പൂജ നടത്തിയ ഒരു സമൂഹത്തെ അതിൽ നിന്ന് മോചിപ്പിച്ചു എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വശം. ഇങ്ങനെ ഒരു മോചനം, ഒരു മോചിപ്പിക്കൽ ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയത് ഭൗതികമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആരും ധരിക്കരുത്. ഈ പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കളെ പ്രേരിപ്പിച്ചത് ഒരേ ഒരു ഘടകമാണ്. ആ ഘടകമാണ് എനിക്ക് നിങ്ങളോട് സമർപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനമായ സന്ദേശം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മുൻവിധിയില്ലാതെ ഈ സംസാരം കേൾക്കണം. മുൻവിധി പലപ്പോഴും മനുഷ്യനെ ചീത്തയാക്കുമെന്നത് നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ഒരു ക്ലാസ്സിനെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ചും, ആ ക്ലാസുകളിൽ ഓതിയ ആയത്തുകളും പറഞ്ഞ ഹദീസുകൾക്കുമൊക്കെ തങ്ങൾക്കെതിരാണോ എന്ന് തോന്നുന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചുമൊക്കെ ചില ആളുകൾ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളിൽ അതിശക്തമായ രൂപത്തിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്, എന്റെ സംസാരത്തിൽ, എന്റെ ആ ക്ലാസ്സിലുള്ള സംസാരത്തിൽ അല്ലാഹുവാണ് സത്യം. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ മനസ്സിലില്ല. ഏതെങ്കിലും ഒരാളോടുള്ള വിരോധമല്ല. ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെയോ ഒരു പക്ഷത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആദർശം പ്രഗത്ഭന്മാരായ ലോകപ്രശസ്തരായ പണ്ഡിതന്മാരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. മഹാനായ സാലിഹ് ഉസൈമീൻ അടക്കമുള്ള, മുഹമ്മദ് ബിൻ സാലിഹ് ഉസൈമീൻ അടക്കമുള്ള പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുടെ മജ്‌ലിസിൽ ചെന്നിരുന്നാണ് ഞാൻ വിശ്വാസവും അഖീദയും പഠിച്ചത്. ആ അഖീദയും വിശ്വാസവും ആ രൂപത്തിൽ പറയുക, പ്രചരിപ്പിക്കുക എന്നതിനപ്പുറം ആരോടുമുള്ള വിരോധം എന്റെ മനസ്സിലില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ കുറ്റക്കാരനല്ല. സത്യമാണ് ഈ പറയുന്നത്. ആരോടും വെറുപ്പില്ല, വിരോധമില്ല. ഈ ആദർശത്തോടുള്ള ഗുണകാംക്ഷ മാത്രമാണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചതും. എൻ്റെ അന്നുണ്ടായിരുന്ന മുമ്പിലുള്ള സദസ്സിൽ നിന്ന് ഉയർന്നു വന്ന 3 സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു. മറുപടി ചോദ്യം ഉത്തരം എന്ന രൂപത്തിലല്ല, മറിച്ച് എൻ്റെ സംസാരത്തിൽ, എൻ്റെ ക്ലാസ്സിൽ, ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. വളരെ വ്യക്തമായിരുന്നു അത്. ആർക്കും അപാകത തോന്നാത്ത ഒന്ന്. നമുക്കറിയാം,
അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നതിന് നാളിതുവരെ നാം പാരായണം ചെയ്ത സൂറത്ത് ഫാത്തിറിലെ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ എന്ന് തുടങ്ങുന്ന വചനമാണ്. ആ വചനം ആരെയും ആക്ഷേപിക്കാനുള്ളതല്ല, കുറ്റപ്പെടുത്താനല്ല. ആരൊക്കെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം എന്ന് വിചാരിക്കുന്നുവോ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ആ വാചകം, ആ ആയത്തും അതിൻ്റെ വ്യാഖ്യാനവും മാത്രമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെ ധരിച്ചു പോയവരോട് എനിക്ക് അതിയായ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ധരിച്ചു പോകരുത്. സത്യമായും ഞാൻ അത് വിചാരിച്ചിട്ടില്ല. ഒരു കക്ഷിത്വത്തിന് വേണ്ടിയോ ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ സംസാരിക്കാൻ ഞാൻ ഒരുങ്ങിയിട്ടുമില്ല. സഹോദരന്മാരെ, ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രസ്ഥാനം ഈ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ നമ്മെ പ്രേരിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്ശറിൽ വെച്ച് മഹ്ശറിൽ നടക്കുന്ന ഒരു സംഭവം റസൂലുള്ള നമുക്ക് വിവരിച്ചു തരുന്നു. ആ സംഭവമാണ് നമ്മെ ഒരുമിച്ച് കൂടാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതെന്താണെന്നോ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വിശ്വാസികൾ മഹ്ശറിൽ അവരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറയുന്നു. സിറാത്ത് എന്ന പാലത്തിന് മുകളിലൂടെയുള്ള സഞ്ചാരം. ഫയമുറുൽ മുഅ്മിനൂന കതർഫിൽ ഐൻ വകൽ ബർഖി വകർരീഹ്. റസൂലുള്ളാഹി വിവരിക്കുകയാണ്, വിശ്വാസികൾ അതിസ്പീഡിൽ, കണ്ണിമ വെട്ടുന്ന സ്പീഡിൽ, മിന്നൽ വേഗതയിൽ, കാറ്റിനെ പോലെ, പക്ഷികളെ പോലെ, ശക്തിയുള്ള കുതിരകളെ പോലെ ഓടി സിറാത്തിലൂടെ അപ്പുറത്ത് ജന്നാത്തുൽ ഫിർദൗസിലെത്തുന്ന രംഗം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തരുന്നു. ആ പ്രവർത്തനമെല്ലാം കഴിഞ്ഞാൽ ഹത്താ ഇദാ ഖലസൽ മുഅ്മിനൂന മിനന്നാർ, നരകത്തിൽ നിന്ന് വിശ്വാസികൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഈ ഒരു ഒത്തുകൂടലിന്, ഈ ഒരു ഒരുമിച്ച് കൂടലിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, എല്ലാ പണിയും കഴിഞ്ഞാൽ സത്യവിശ്വാസികളായി സ്വർഗത്തിലുള്ള സഹോദരങ്ങൾ നരകത്തിലുള്ള തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. യഖൂലൂൻ, അവർ പറയുന്നു, റബ്ബനാ കാനൂ യസൂമൂന മഅനാ വയുസല്ലൂൻ വയഹജ്ജൂൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ചില സഹോദരങ്ങൾ നരകത്തിലുണ്ട്. അവർ ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചു നിരുന്നവരാണ്, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിരുന്നവരാണ്, ഞങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തിരുന്നവരാണ് എന്ന് വിശ്വാസികൾ, സ്വർഗത്തിലുള്ള വിശ്വാസികൾ റബ്ബിനോട് പറയുന്ന ഒരു രംഗമുണ്ട്. എന്ത് കിട്ടും ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ കൂടിയാൽ എന്ന് നമുക്ക് പറയാനുള്ള മറുപടി അതാണ്. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, യുഖാലു ലഹും, അവരോട് പറയപ്പെട്ടും, അഖ്രിജൂഹും മൻ അറഫ്തും ഫതുഹറമു സുവറുഹും അലന്നാർ. അല്ലാഹു ഈ വിശ്വാസികളോടുള്ള കൽപ്പന എന്നോണം വിളിയാളം വരികയാണ്, വർത്തമാനം വരികയാണ്, പറയപ്പെടുകയാണ്. അവരെ നരകത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അവരുടെ അവരെ നരകത്തിനൊരിക്കലും പറ്റിയതല്ല. അങ്ങനെ ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് പുറത്താക്കുന്നു. ആ ആളുകൾ പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന രംഗം, അവരുടെ കണങ്കാൽ പകുതി വരെ, ചില ആളുകൾ മുട്ടുവരെ നരകം തിന്നുകഴിഞ്ഞിരിക്കുന്നു. സുമ്മയഖൂലൂൻ, ആ രംഗം കഴിഞ്ഞാൽ അടുത്ത രംഗം, റബ്ബനാ, അവിടെ നിന്ന് വേറെ വർത്തമാനം കേൾക്കാം. അവര് പറയുകയാണ്, ഞങ്ങളുടെ നാഥാ, മാ ബഖിയ ഫീഹാ അഹദുൻ മിമ്മൻ അമർതനാ ബിഹി. അല്ലാഹുവേ, നീ കൽപ്പിച്ച ആരും ഇനി അവിടെ ബാക്കിയില്ല, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഇർജിഉ ഫമൻ വജദ്തും ഫീ ഖൽബിഹി മിസ്ഖാല ദീനാരിൻ മിൻ ഖൈരിൻ ഫഅഖ്രിജൂഹു. പോയി നോക്കൂ, ആരെങ്കിലും ഉണ്ടോ ഒരു ദീനാർ തൂക്കം നന്മ മനസ്സിൽ ബാക്കിയുള്ള ആരെങ്കിലും നരകത്തിലുണ്ടോ?
അവരെ പുറത്തേക്ക് കൊണ്ടുവരൂ. അങ്ങനെ ആ സംഭാഷണം നീണ്ടുപോകുന്നു. അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും അള്ളാഹുവിന്റെ ആവശ്യം, അള്ളാഹുവിനോട് ഈ വിശ്വാസികൾ ആവശ്യപ്പെടുന്നു, റബ്ബന. അപ്പോൾ വീണ്ടും അള്ളാഹുവിന്റെ പ്രഖ്യാപനം, അരദീനാർ തൂക്കം ഈമാനുള്ള മനസ്സുള്ള നന്മയുള്ള ആരെങ്കിലും ഉണ്ടോ പുറത്തേക്ക് വരട്ടെ. വീണ്ടും അവരും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അള്ളാഹുവിന്റെ കൽപ്പന, മിസ്കാല ദർറത്തിൻ, ഒരു അണുമണിത്തൂക്കം നന്മ മനസ്സിലുള്ള ആരെങ്കിലും ഉണ്ടോ അവർ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഈ ഒരുമിച്ചുകൂടൽ, ഇസ്ലാഹി പ്രസ്ഥാനം ഈ രൂപത്തിലുള്ള ഒരു കെട്ടുറപ്പ്, ഒരു സംഘം, ഒരു ജമാഅത്ത്, ഒരു സമിതി, ഒരുമിച്ചുകൂടൽ ഉണ്ടാക്കിയത് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്കെത്താനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നമ്മളെ എത്തിച്ചു തരുമാറാകട്ടെ. ഈ സമ്മേളനം പ്രതിനിധാനം ചെയ്യുന്നതും ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. അതെല്ലാവരും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനം ഇവിടെ വരുമ്പോഴുള്ള ഏറ്റവും സുപ്രധാനമായ ഈ പ്രസ്ഥാനത്തിന് ജനങ്ങളോട് പറയേണ്ടി വന്ന വിഷയം തൗഹീദാണ്. തൗഹീദിൽ ഏറ്റവും മർമ്മപ്രധാനമായ അള്ളാഹുവിനോട് മാത്രമേ ആരാധിച്ചുകൂടൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധിച്ചുകൂടൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചുകൂടൂ, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടൂ എന്ന അതിശക്തമായ തത്വം. ആ തത്വമാണ് നമുക്കെല്ലാ കാലത്തും പറയാനുള്ളത്. കാലം മാറും, സമൂഹങ്ങൾ മാറും, ചരിത്രങ്ങൾ മാറും. പക്ഷേ നമുക്ക് പറയാനുള്ളത് യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ മനുഷ്യരെ, എന്തൊക്കെ പുരോഗതി നിങ്ങൾക്ക് ലഭിച്ചാലും, നിങ്ങൾ എവിടെയൊക്കെ എത്തിയാലും, എത്ര വലിയ വിജ്ഞാനം നിങ്ങൾക്കുണ്ടായാലും, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ ദരിദ്രന്മാരാണ്, ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹു മാത്രമാണ് ഗനിയ്, അല്ലാഹു മാത്രമാണ് ഹമീദ്. ആരുടെയും ആശ്രയമില്ലാത്ത, എല്ലാവരും സ്തുതിക്കുന്ന, സ്തുത്യർഹനായ അല്ലാഹു മാത്രമാണുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. സഹോദര, ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ജനങ്ങൾ മുഫ്തഖിറൂന ഇലല്ലാഹ് ഫീ കുല്ലി ശുഊനിഹിം, എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, എല്ലാ വിഷയങ്ങളിലും, എല്ലാ കാലഘട്ടങ്ങളിലും. സഹോദരന്മാരെ, അതാണ് നമുക്ക് വിശദീകരിക്കാനുള്ള കാര്യം. നാം നമ്മയല്ല ആസ്പദമാക്കേണ്ടത്, നമ്മുടെ കൂട്ടുകാരെയല്ല ആസ്പദമാക്കേണ്ടത്, പ്രഗത്ഭന്മാരായ ഏതെങ്കിലും ആളുകളെയല്ല ആസ്പദമാക്കേണ്ടത്, അമ്പിയാക്കന്മാരെയല്ല ആസ്പദമാക്കേണ്ടത്, ഔലിയാക്കന്മാരെയല്ല ആസ്പദമാക്കേണ്ടത്, ശുഹദാക്കളെയല്ല ആസ്പദമാക്കേണ്ടത്. അള്ളാഹുവിനെ ആസ്പദമാക്കാൻ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ, അല്ലാഹു ഹുവൽ ഗനി എന്ന വാക്ക് അന്വർത്ഥമാക്കി ജീവിതത്തെ ഭംഗിയുള്ളതാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം വിജയിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിലേക്കുള്ള മടക്കമാണ് നമുക്ക് ആവശ്യം. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലുക. അല്ലാഹു മാത്രമാണ് ഓടിച്ചെന്നാൽ സ്വീകരിക്കുന്നവൻ. അല്ലാഹുവിലേക്കാണ് നാം അഭയം തേടേണ്ടത്. അല്ലാഹുവാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നവൻ. നോക്കൂ നിങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. വേദനിക്കുന്നവൻ, ദുഃഖിക്കുന്നവൻ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവൻ, ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നവൻ, മക്കളില്ലാത്തവൻ, അങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ നമുക്കുണ്ട്. പലർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവിലേക്ക് മാത്രം, അല്ലാഹുവിനോട് മാത്രം പറയുക, അല്ലാഹുവിലേക്ക് മാത്രം എത്തിക്കുക എന്ന തത്വമാണ് ഈ സമൂഹത്തോട്, ഈ പ്രസ്ഥാനത്തിന് എല്ലാ കാലത്തും പറയാനുള്ളത്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, വേറെ ആരോട് പറഞ്ഞാലും, ആരോട് നാം ആവശ്യപ്പെട്ടാലും അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നതിന് തുല്യമാവുകയില്ല എന്ന സത്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. സഹോദരന്മാരെ, നിങ്ങൾ
ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ ഉത്തരം ചെയ്യാം എന്ന് അള്ളാഹു പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനെ വിട്ട് മറ്റൊരാളോട് പ്രാർത്ഥിക്കാനാവുക? നോക്കൂ നിങ്ങൾ, ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ഞാനിതാ അവരുടെ അടുത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും എന്ന് അള്ളാഹു പറയുമ്പോൾ എങ്ങനെ നമുക്ക് അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുക? നാം അറിയണം സഹോദരന്മാരെ, അള്ളാഹുവുമായുള്ള ബന്ധം നമുക്കെങ്ങനെ ദുർബലമാകാൻ സാധിക്കും? അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂലേ അവരോട് പറയുക എന്ന് അള്ളാഹു പറയുമ്പോൾ എങ്ങനെയാണ് സഹോദരന്മാരെ അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം മോശമാവുക? പാടില്ല സഹോദരന്മാരെ. അതുകൊണ്ട് വിശ്വാസികൾ അറിയേണ്ടത്, പരിശുദ്ധ ഖുർആൻ നാം വായിക്കുന്നവരാണല്ലോ, അള്ളാഹു നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും, സ്വാഭാവികമാണ്. അള്ളാഹ് നമ്മോട് പറയുന്നത് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാം അവർക്ക് സംഭവിപ്പിക്കും. അവരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരെ പിടികൂടും. എന്തിനാണത്? ലഅല്ലഹും യതദറഊൻ, അല്ലാഹുവിലേക്ക് വിനയത്തോടെ അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാൻ, ഭക്തിയോടെ സമ്പൂർണമായ വിധേയത്വത്തോടെ അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാൻ. നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ആ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ് നാം, ആ അല്ലാഹുവിൽ ആസ്പദമാക്കേണ്ടവരാണ് നാം. നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്റില്ലേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചത് കൻസുൻ മിൻ കുനൂസിൽ ജന്ന എന്നാണ്. സ്വർഗ്ഗത്തിലെ ഏറ്റവും കടുപ്പമുള്ള നിധി, ഏറ്റവും വലിയ നിധി എന്നാണ് അതിനെ പഠിപ്പിച്ചത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാ കഴിവും എല്ലാ ശക്തിയും അല്ലാഹുവിന് മാത്രമാണെന്ന് പ്രഖ്യാപിക്കുന്ന ദിക്ർ. അതുകൊണ്ട് സഹോദരന്മാരെ, അസുഖങ്ങൾ സുഖമാകുക അല്ലാഹു മുഖേന, അല്ലാഹുവിന്റെ വഴിയിലൂടെ മാത്രമാണ്. പ്രയാസങ്ങൾ തീരുക പടച്ചറബിലൂടെ മാത്രമാണ്. വിജയമുണ്ടാവുക അല്ലാഹുവിലൂടെ മാത്രമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുക അല്ലാഹുവിന് മാത്രമാണ്. എങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് അപരാധി പറയുന്ന, അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമൂഹമായി മാറാനാണ് നാം ശ്രമിക്കേണ്ടത്. അതാണ് നമുക്ക് ആവശ്യം. വിപത്തുകളും പ്രയാസങ്ങളും അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. അതാണ് പ്രവാചകന്മാരുടെ ചരിത്രം. പ്രവാചകന്മാർ അത്ഭുത ജീവികളായിരുന്നില്ല. ഏതെങ്കിലും ഇതിഹാസങ്ങളിലെ ഏതെങ്കിലും ഐതിഹ്യങ്ങളിലെയോ കഥാരൂപങ്ങളും പാത്രങ്ങളുമായിരുന്നില്ല പ്രവാചകന്മാർ. പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് വരൂ, പടച്ചറബുമായി ഉണ്ടായിരിക്കേണ്ട പ്രാർത്ഥനയിലൂടെ, വിളിച്ചു തേടലിലൂടെ റബ്ബുമായി ഉണ്ടായിരിക്കേണ്ട കടുപ്പമുള്ള മാനസിക ബന്ധം പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്കറിയാം. നമ്മുടെ ഒന്നാമത്തെ നബി ആദം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടല്ലോ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മൾക്കൊക്കെ അറിയാവുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ റസൂലായ നൂഹ് നബിയുടെ ചരിത്രത്തിലേക്ക് വരൂ. അദ്ദേഹത്തിന്റെ പ്രയാസം അല്ലാഹുവിനോടാണ് അദ്ദേഹം പറയുന്നത്. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, വലഖദ് നാദാനാ നൂഹുൻ ഫനിഅമൽ മുജീബൂൻ വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. അല്ലാഹു ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നു. നൂഹ് നമ്മോട് പ്രാർത്ഥിച്ച സന്ദർഭം, ആ സന്ദർഭത്തിൽ നൂഹിന് ബാധിച്ച കടുപ്പമുള്ള വിപത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരോടാണ് നൂഹ് നബി പ്രാർത്ഥിക്കുന്നത്? വനൂഹൻ ഇദ് നാദാ മിൻ ഖബൽ ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. നൂഹ് അലൈഹിസ്സലാം
അലൈഹിസ്സലാം അദ്ദേഹം മുമ്പ് നമ്മോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്, തീരുന്നില്ല. ആ രൂപം കൂടി അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചു എങ്ങനെ രക്ഷപ്പെടുത്തി എന്ന്. ഫദആ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ. നൂഹ് നബി പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? അന്നീ മഗ്ലൂബുൻ ഫന്തസിർ. പടച്ച റബ്ബേ, ഞാനിതാ ജയിച്ചടക്കാൻ പോകുന്നു. ഈ ജനങ്ങൾ എന്നെ പരിഹസിക്കുകയാണ്, പുച്ഛിച്ച് തള്ളുകയാണ്. അതുകൊണ്ട് എന്നെ സഹായിക്കണം റബ്ബേ. നൂഹ് നബി റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഫഫതഹ്നാ അബ്വാബസ് സമാ ബിമാഇൻ മുൻഹമിർ. നമുക്കറിയാം ചരിത്രം. ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് അവിടുന്ന് ധാരധാരയായി മഴ വർഷിച്ചു. ചരിത്രം നമുക്കറിയാം. തൂഫാനുണ്ടായ ചരിത്രം. ഇതാണ് നൂഹ് നബിയുടെ ചരിത്രം. നോക്കൂ നിങ്ങൾ, അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രം. ശക്തിയുള്ള 18 വിധം രോഗങ്ങളെ കൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ട രംഗം നമുക്കറിയാം. ജനങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോലും മടിച്ചു. ചരിത്രം പറഞ്ഞു തരുന്നത് 2 ആളുകൾ മാത്രമായിരുന്നു അയ്യൂബ് നബിയെ സമീപിച്ചിരുന്നവർ, സന്ദർശിച്ചിരുന്നത് എന്ന്. നിരാശ സ്വാഭാവികമായി വരുന്ന രംഗം. പക്ഷേ അയ്യൂബ് അലൈഹിസ്സലാം നിരാശനായില്ല, ക്ഷമിച്ചു, അങ്ങേയറ്റം ക്ഷമിച്ചു, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചു. ആ രംഗം പടച്ച റബ്ബ് നമ്മോട് പറയുന്നു. ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്. ഇന്നാ വജദ്നാഹു സാബിറാ. നാം അദ്ദേഹത്തെ കണ്ടത് ക്ഷമിക്കുന്നവനായിട്ടാണ്. പ്രയാസങ്ങൾ വന്നപ്പോൾ, വാറാരോഗങ്ങൾ വന്നു, ജനങ്ങളൊക്കെ ഒഴിവാക്കി, കുടുംബം ഒഴിവാക്കി, സമൂഹം ഒഴിവാക്കി, കണ്ടാൽ അറപ്പ് വന്നു. അപ്പോൾ ക്ഷമിച്ചപ്പോൾ അല്ലാഹു അയ്യൂബ് നബിയെ കുറിച്ച് പറഞ്ഞത് നിഅമൽ അബ്ദ്. അല്ലോ, എത്ര നല്ല അടിമയാണ് അയ്യൂബ് അലൈഹിസ്സലാം. നോക്കൂ സഹോദരന്മാരെ. എന്നിട്ടോ ഇന്നഹു അവ്വാബ്. അദ്ദേഹം അല്ലാഹുവിലേക്ക് മടങ്ങി, മറ്റാരിലേക്കും മടങ്ങിയില്ല. കടുപ്പമുള്ള മടക്കം. ആ മടക്കം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം. അന്നീ മസ്സനിയദ്ദുർ, എനിക്ക് ആപത്ത് വന്നിരിക്കുന്നു കേട്ടോ. വഅൻത അർഹമുർ റഹീമീൻ. നോക്കൂ നിങ്ങൾ, നീയാണ് റബ്ബേ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ. സഹോദരാ, നമുക്ക് മാതൃകയാകേണ്ട പ്രവാചകന്മാർ ഇപ്രകാരമാണ്. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു മറുപടി നൽകുന്നത് നോക്കൂ. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നാം സ്വീകരിച്ചു. അദ്ദേഹത്തിന് വന്ന ആപത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം മുക്തമാക്കി. വആതൈനാഹു അഹ്ലഹു. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ നാം നൽകി. വമിസ്ലഹും മഅഹും, അതുപോലെയുള്ളത് അതിന്റെ കൂടെ നൽകി. ഇതൊക്കെ റഹ്മതം മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം എപ്പോൾ? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ. തീർന്നോ? പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ നമുക്ക് വീണ്ടും വിവരിച്ചു തരുന്നു. യൂനുസ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ദേഷ്യം പിടിച്ചാണ് തന്റെ പ്രബോധക സമൂഹത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചത്. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാമല്ലോ. ഖുർആൻ ആ രംഗം നമുക്ക് പറഞ്ഞു തരുന്നു. വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ദേഷ്യം പിടിച്ച് അദ്ദേഹം സമൂഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. അദ്ദേഹം ചെന്നുപെട്ട കപ്പലിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് കടലിലേക്ക് എറിഞ്ഞു. കൂരിരുട്ടുള്ള രാത്രിയിൽ കടലിൽ തിരമാലകൾക്കുള്ളിൽ വലിയൊരു മത്സ്യം അദ്ദേഹത്തിനെ പിടിച്ച് വിഴുങ്ങി. ഇരുട്ടുകൾക്കുള്ളിൽ യൂനുസ് അലൈഹിസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. വിശ്വാസികളെ, നമ്മുടെ ചുണ്ടിൽ നിന്ന് ഒരിക്കൽ പോലും, ഒരു ദിവസം ഒരിക്കലെങ്കിലും മാറാതെ വിട്ടുപോകാതെ പറയേണ്ട വാക്ക് യൂനുസ് അലൈഹിസ്സലാമിന്റെ നാവിലൂടെ റബ്ബ് നമ്മളെ
പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നാഥാ, നീയല്ലാതെ ഇലാഹില്ല, ഞാൻ നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നു, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഫസ്തജബ്നാ ലഹു, ആ വാക്ക് വല്ലാത്ത വാക്കാ. ഫസ്തജബ്നാ ലഹു മാത്രമല്ല വനജൈനാഹു മിനൽ ഗം. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. അദ്ദേഹം പതിച്ചിട്ടുള്ള ചെന്നുപെട്ടിട്ടുള്ള ആപത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. ഇനി കേൾക്കും മുഅ്മിനീങ്ങളെ, അല്ലാഹു പറയുന്നത് വകദാലിക നുൻജിൽ മുഅ്മിനീൻ, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അപ്രകാരമാണ് നാം വിശ്വാസികളെ രക്ഷപ്പെടുത്തുക. എവിടെ ചെന്നുപെട്ടാലും, ഏത് പ്രയാസത്തിൽ ചെന്നുപെട്ടാലും, ആളില്ലാത്ത പ്രദേശമായാലും ആളുള്ള പ്രദേശമായാലും കടലുകൾക്കുള്ളിലായാലും കൂരിരുട്ടുകൾക്കുള്ളിലായാലും നമുക്ക് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് പറഞ്ഞാലോ കദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം നാം മുഅ്മിനുകളെ രക്ഷപ്പെടുത്തുമെന്ന് റഹ്മാനായ റഹീമായ കരുണാവാരിധിയായ സ്നേഹനിധിയായ നമ്മുടെ റബ്ബ് നമ്മോട് പറഞ്ഞു തരുന്നു. സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, നമുക്ക് പോകാം സക്കരിയ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക്. സക്കരിയ അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നു, വസക്കരിയ ഇദ് നാദാ റബ്ബഹു ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ അലൈഹിസ്സലാമിന് മക്കളില്ല, പ്രായമേറി. അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. മക്കളില്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബേ, നിനക്കറിയാമല്ലോ എന്നെ, ലാ തദർനി ഫർദൻ, എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കരുത് കേട്ടോ, വഅൻത ഖൈറുൽ വാരിസീൻ, നീയല്ലേ എല്ലാവർക്കും അനന്തരം കൊടുക്കുന്നവൻ, മക്കളെ കൊടുക്കുന്നവൻ, നീയല്ലേ. നോക്ക് നിങ്ങൾ, റബ്ബിന്റെ മറുപടി ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ. നാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. യഹ്യ അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന് നൽകി. വഅസ്ലഹ്നാ സൗജഹു, അദ്ദേഹത്തിന്റെ ഇണയെ നാം അതിനുവേണ്ടി പാകപ്പെടുത്തി കൊടുത്തു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. കേട്ടോ, ഇനിയാണ് കേൾക്കേണ്ടത്. എന്തുകൊണ്ട് യഹ്യയെ നൽകി? സക്കരിയ അലൈഹിസ്സലാമിന് എന്തുകൊണ്ട് യഹ്യയെ നൽകി? സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഇണയെ പ്രസവിക്കാവുന്ന രൂപത്തിൽ എന്തുകൊണ്ട് റബ്ബ് പാകപ്പെടുത്തിയെന്നോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയുടെ കാര്യത്തിൽ അവർ ധൃതിപ്പെടുമായിരുന്നു. ഇനി കേട്ടോ, വയദ്ഊനനാ റഗബൻ വറഹബാ. അദ്ദേഹം നമ്മളോടാണ് പ്രാർത്ഥിച്ചത്, ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, പേടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട വിശ്വാസികളെ, കേൾക്കണം, അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കേണ്ടത്, അവൻ ഏത് പാർട്ടിക്കാരനാകട്ടെ, ഏത് സംഘത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് സംഘടനയിൽപ്പെട്ടവനാകട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് പ്രവാചകന്മാരുടെ ചരിത്രമാണ്. സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാൻ കാരണമായി പറഞ്ഞത് യദ്ഊനനാ റഗബൻ വറഹബാ, ആഗ്രഹിച്ചും പേടിച്ചും നമ്മളോട് ദുആ ചെയ്തു സക്കരിയ അലൈഹിസ്സലാം. വകാനൂ ലനാ ഖാശിഈൻ. സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, റബ്ബിന്റെ വാക്ക്. അദ്ദേഹം നമ്മളോട് ഏറ്റവും വിധേയത്വമുള്ള, തഖ്വയുള്ള, ഖുശൂഉള്ള, ഭയഭക്തിയുള്ള അടിമയായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. ചരിത്രം നീണ്ടുപോവുകയാണ്. പ്രവാചകന്മാരുടെ ചരിത്രം മാത്രം പരിശുദ്ധ ഖുർആനിൽ നടത്തിയെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ തീരൂല നമ്മുടെ വിഷയം. യാക്കൂബ് അലൈഹിസ്സലാം, ഓർക്കുന്നില്ലേ നിങ്ങൾ? ആ വന്യവയോധികനായ പിതാവിനെ, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട് കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി, കാഴ്ച പോലും നഷ്ടപ്പെട്ട വന്യവയോധികനായ നമ്മുടെ പ്രിയപ്പെട്ട യാക്കൂബ് അലൈഹിസ്സലാം, പരിശുദ്ധ ഖുർആൻ പറയുന്നു, അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്.
എന്റെ പ്രയാസം, എന്റെ ദുഃഖം, എന്റെ സങ്കടം ഞാനിതാ അള്ളാഹുവിനോട് ആവലാതിയായി പറയുന്നു. ആലോചിച്ചു നോക്കൂ. എന്നിട്ടോ ഒരു ശക്തിയുള്ള യാക്കൂബ് അലൈഹിസ്സലാമിന്റെ ശക്തിയുള്ള മനസ്സിന്റെ ഉറപ്പ് നോക്കൂ, കോൺഫിഡൻസ് നോക്കൂ. അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. യൂസുഫ് നഷ്ടപ്പെട്ടുവല്ലേ, യൂസുഫിനെ ചെന്നായ കടിച്ചുവല്ലേ. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. എനിക്ക് ഈ സങ്കടം പറയാനുള്ളത് റബ്ബിനോട് മാത്രമാണ്. കാരണം ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാത്ത പലതും ആ റബ്ബിനെ കുറിച്ച് എനിക്കറിയാം. നോക്കൂ നിങ്ങൾ, ആ കോൺഫിഡൻസ്, ആ ഒരു ആത്മവിശ്വാസം വിശ്വാസികളെ നഷ്ടപ്പെട്ടു പോകരുത്. ആ ഒരു വിശ്വാസം, പടച്ച റബ്ബിനെ കുറിച്ചുള്ള കടുപ്പമുള്ള ആ ആത്മവിശ്വാസം വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ പവർ, നമുക്ക് ജീവിക്കാനുള്ള കരുത്ത്, നമ്മുടെ എനർജി, നമ്മുടെ അന്തസ്സ് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് ചോദിക്കാൻ ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായിരിക്കണം. ഇനി വരട്ടെ, യാക്കൂബ് നബിയുടെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് അലൈഹിസ്സലാം. അറിയില്ലേ നിങ്ങൾക്ക്, ഒരുപാട് സ്ത്രീകളുടെ കടുപ്പമുള്ള കുടില തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങേയറ്റം പ്രയാസപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം, വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. റബ്ബിനോട് പറയുകയാണ്, റബ്ബേ എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ രക്ഷപ്പെടുത്തണം, ഈ പെണ്ണുങ്ങളുടെ കുതന്ത്രത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ റബ്ബിന്റെ മറുപടി കേൾക്കണോ? ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ. അള്ളാഹു ആ പ്രാർത്ഥന, യൂസുഫ് നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. പെണ്ണുങ്ങളുടെ കുതന്ത്രത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അല്ലേ? എന്നിട്ടോ ഒരു വാക്ക് കേട്ടോ, ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അവനാണ് സമീഉം അലീമുമായവൻ, വേറെ ആരുമില്ല. അസ്സമീഉം അൽ അലീമുമായ ആരുമില്ല. അള്ളാഹുവിന്റെ അസ്മാകളിലേക്ക് വരൂ, നമുക്ക് കാണാം. അസ്സമീഉം അൽ അലീമുമായ വേറെ ആരുമില്ല. പ്രാർത്ഥന കേൾക്കാൻ, സങ്കടം കേൾക്കാൻ, ദുരിതങ്ങളെക്കുറിച്ചുള്ള പറച്ചിൽ കേൾക്കാൻ, പ്രയാസങ്ങളെക്കുറിച്ചുള്ള സംസാരം കേൾക്കാൻ അല്ലാഹു മാത്രം. ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ കൂടി പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് ഞാൻ ആ രംഗം അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, നബിയുല്ലാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രംഗം. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇദ് തസ്തഗീസൂന റബ്ബക്കും. ആരോടാ? മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇസ്തിഗാസ നടത്തുകയാണ്. ആലോചിക്കണം നമ്മൾ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. അപ്പോഴോ ഫസ്തജാബ ലക്കും, ഉത്തരം കിട്ടുകയാണ്. ഒന്നല്ല, റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രത്തിലേക്ക് വന്നാൽ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചു വന്നത്, സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്ന ഈ ആദർശം ഇന്നോ ഇന്നലെയോ പറയാൻ ആരംഭിച്ചതല്ല. ഈ ഹദീസുകളും ഈ ആയത്തുകളും ഇന്നോ ഇന്നലെയോ ഓതാൻ തുടങ്ങിയതല്ലെന്നർത്ഥം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയ, വിജയം കണ്ട ബഹുമാന്യരായ അമ്പിയാക്കന്മാരുടെ മാതൃക പിന്തുടരുന്നവരാണ് നാം. നമ്മൾ അറിയണം, നമ്മുടെ മാതൃക അവരാണ്. ആ അമ്പിയാക്കന്മാർ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കി. നമ്മളും ചെയ്യേണ്ടത് അതാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അള്ളാഹുമായുള്ള ബന്ധം നാം ശക്തമാക്കണം. അതേത് തരത്തിലുള്ള ആവശ്യത്തിനായാലും റബ്ബുമായുള്ള ബന്ധം ശക്തമാക്കിയാൽ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ അഫലാ തഅഖിലൂൻ. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ. ബാക്കിയൊക്കെ നശിക്കുന്നർത്ഥം, നല്ലതല്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ് എന്നെന്നും അവശേഷിക്കുന്നത് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ എന്നാണ്
അള്ളാഹു ചോദിക്കുന്നത്, സഹോദരാ, പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ആപത്തുകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഈ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുവഹ്ഹിദുകൾ, അഹ്ലു തൗഹീദ്. അതാണ് തൗഹീദിന്റെ അസ്ൽ. കാരണം അദ്ദുആ ഹുവൽ ഇബാദ, ദുആ തന്നെയാണ് ഇബാദത്ത്, ദുആ തന്നെയാണ് ഇബാദത്ത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ആ ഒരു രൂപത്തിൽ നിന്ന് ഏതെങ്കിലും സൃഷ്ടികളിലേക്ക് പോകാൻ നമുക്ക് പാടില്ലാത്തതാണ് എന്ന വസ്തുത നാം അറിയണം. അള്ളാഹുവിനോട് ആവലാതി പറയുന്ന, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് ആവശ്യങ്ങൾ പറയുന്ന, തന്റെ വിധേയത്വം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന, തന്റെ ദാരിദ്ര്യം അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന, അതാണ് യഥാർത്ഥത്തിൽ ആ ഒരു രൂപത്തിൽ ജീവിക്കുന്നവനാണ് മുവഹ്ഹിദ്, അവരാണ് മുസ്ലിം, അവനാണ് മുഅ്മിൻ. ആ കൂട്ടത്തിൽ നാം ഉൾപ്പെടാനുള്ള പരിശ്രമമാണ് ഉണ്ടായിരിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇനി നമുക്ക് പ്രാർത്ഥനകളിലേക്ക് കടന്നു നോക്കിയാൽ നമുക്കറിയാം, ഒരുപാട് സന്ദർഭങ്ങളിൽ അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ തങ്ങളിലൂടെ നമുക്ക് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരോടാ? എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനോട് മാത്രം. ഉറക്കത്തിലും ഉണർച്ചയിലും നടത്തത്തിലും ഓട്ടത്തിലും ഏത് സന്ദർഭത്തിലും, തിരിഞ്ഞാലും കടന്നാലും കേറ്റം കയറിയാലും കേറ്റം ഇറങ്ങിയാലും എല്ലാ സ്ഥലത്തും പ്രാർത്ഥന. ആരോട് മാത്രം? ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനോട് മാത്രമല്ലേ? ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലുമുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. ഇനി നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വന്നു. രോഗങ്ങൾ സാധാരണയാണ്, പ്രയാസങ്ങളും ദുരിതങ്ങളും സാധാരണയാണ്. ആയിഷ ബീവി ആ രംഗം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദഷ്തകാ യഖറഉ അലാ നഫ്സിഹിൽ മുഅവ്വിദാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി പറയുന്നു, നബിക്ക് വല്ല പ്രയാസങ്ങളും വേദനയോ രോഗമോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ നബി മുഅവ്വിദാത്ത് ഓതുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വയം അദ്ദേഹം ഓതുമായിരുന്നു. ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതാണ് സൂചിപ്പിച്ച സൂറത്തുകൾ. എന്നിട്ട് വയൻഫുസു, റസൂലുള്ളാഹി ഓതിയ ശേഷം ഊതും. റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. അവിടെ നിങ്ങൾ നോക്കൂ, ആ സൂറത്തിൽ, സൂറത്തുൽ ഫലഖിലും സൂറത്തുൻ നാസിലും ആരോടാ പ്രാർത്ഥന? അള്ളാഹുവിനോട് മാത്രം. റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന അതല്ലേ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ബിറബ്ബിൽ ഫലഖ്, മിൻ ശർരി മാ ഖലഖ്. എല്ലാ ശർറിൽ നിന്നും റബ്ബുൽ ഫലഖിനോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി നോക്കൂ നിങ്ങൾ മാതൃകയാക്കി പഠിപ്പിക്കുന്നു. നമുക്കൊരു രോഗം, നമുക്കൊരു പ്രയാസം, റസൂലുള്ളാഹി പഠിപ്പിച്ച മാതൃകയാണ്. നമുക്കറിയാലോ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നമുക്കറിയില്ലേ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് നമുക്കറിയില്ലേ? ഓതുക, എന്നിട്ട് ശരീരത്തിൽ ഊതുക. ആയിഷാ ബീവി വീണ്ടും പറയുന്നു, ഫലമ്മഷ്തദ്ദ വജ്ഉഹു, മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് രോഗം അധികമായപ്പോൾ കുന്തു അഖറഉ അലൈഹി, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പാരായണം ചെയ്യുമായിരുന്നു. വഅംസഹു അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ തടവുമായിരുന്നു. ആലോചിക്കണം സഹോദര, സാധിക്കൂലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് ചെയ്യാം, അല്ല ചെയ്യണമെന്നാണ് ആയിഷാ ബീവി നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹദി ആയിഷാ ബീവി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം നാം അറിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം കൃത്യമായി അറിയുന്ന അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷാ ബീവി ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. വല്ലാത്ത സംഭവമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദഷ്തകാ മിന്നാ ഇൻസാനുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വല്ലവർക്കും വല്ല രോഗവുമുണ്ട് എന്ന് റസൂലുള്ളാഹിയോട് ആവലാതിയായി പറഞ്ഞാൽ മസഹഹു ബിയമീനിഹി, റസൂലുള്ളാഹി തന്റെ വലതു കൈ കൊണ്ട് ആ രോഗിയെ തടവും, എന്നിട്ട് പ്രാർത്ഥിക്കും, അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസ് വഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ്. അവിടെ ആരോടാ പ്രാർത്ഥന? ഇദ്ഹിബിൽ ബഅസ റബ്ബൻ നാസ്, ജനങ്ങളുടെ റബ്ബേ, ഈ രോഗം നീക്കിക്കൊടുക്കണമേ, പോക്കിക്കൊടുക്കണമേ. വഷ്ഫി അൻത ശാഫി, നീ സുഖമാക്കി കൊടുക്കണം, നീ മാത്രമാണ് സുഖമാക്കുന്നവൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, ആ ദിക്റുകൾ ചെല്ലണം, ആ രൂപത്തിൽ പ്രാർത്ഥിക്കണം.
അതാണ് നമ്മുടെ ബാധ്യത. അതല്ലാത്ത വഴികൾ തേടുകയല്ല നാം ചെയ്യേണ്ടത്. കുറച്ചുകൂടി മുമ്പോട്ട് വരാം നമുക്ക്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവം, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സ്വന്തം ഒരു രംഗമാണ്. അദ്ദേഹം ഇസ്ലാമായത് മുതൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തരം വേദന അദ്ദേഹത്തിന് വന്നു. ആ വേദനയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ആവലാതി പറഞ്ഞു. മുസ്ലിമായത് മുതൽ വല്ലാത്ത ഒരു വേദന ശരീരത്തിൽ, എന്ത് ചെയ്യുമെന്നാണ്. റസൂലുള്ളാഹി എന്താ പറഞ്ഞതെന്നോ കേൾക്കുക. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുന്നു, ലാ യദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക്. ഉസ്മാൻ, വേദനയുള്ള സ്ഥലത്ത് നീ നിന്റെ കൈ വെക്കണം. ലാ യദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക്. വേദനയുള്ള സ്ഥലത്ത് നീ നിന്റെ കൈ വെക്കണം. വഖുൽ ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ്, എന്നിട്ട് ബിസ്മില്ലാ എന്ന് പറയണം. നോക്കൂ നിങ്ങൾ, 3 പ്രാവശ്യം ഒരു റിവായത്തിൽ കാണാം, 3 പ്രാവശ്യം വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് ബിസ്മില്ലാ 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 എന്ന് പറയണം. സുമ്മ യഖൂലു സബ്അൻ, പിന്നീട് ഉസ്മാൻ 7 പ്രാവശ്യം പറയുക, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. നിങ്ങൾ ആ വാചകം ശ്രദ്ധിച്ചോ, അഊദു ബിഇസ്സത്തില്ലാഹ്, അഊദു ബിഇസ്സത്തില്ലാഹ് വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. എനിക്ക് വേദന വന്നപ്പോൾ ഞാൻ വേദന വന്ന എൻ്റെ നെഞ്ചത്ത് കൈവച്ച് ബിസ്മില്ലാ എന്ന് 3 പ്രാവശ്യം പറയണം. അഊദു ബില്ലാഹി അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ എന്ന് 7 പ്രാവശ്യം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന ഇതാണ്. നിങ്ങൾക്ക് കേൾക്കണോ? ഒരു റിവായത്തിൽ കാണാം, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഖുൽതു ദാലിക, ഞാനത് പറഞ്ഞു, ഫഅദ്ഹബല്ലാഹു മാ കാന ബി. കേട്ടോ വാചകം, ഫഅദ്ഹബല്ലാഹു മാ കാന ബി. എനിക്കുണ്ടായിരുന്ന ആ രോഗം അല്ലാഹു എനിക്ക് നീക്കിത്തന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് പടച്ച റബ്ബിനോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രീതി ഇതാണ്. ഈ പ്രാർത്ഥനയൊക്കെ യഥാർത്ഥത്തിൽ അല്ലാഹുവിനോടുള്ള ഈ പ്രാർത്ഥനയൊക്കെ പ്രാവർത്തികമാകാൻ, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടാൻ, ഗുണമുള്ളതാകാൻ, ഫലം നമുക്ക് കിട്ടാൻ അല്ലാഹുവുമായി കടുപ്പമുള്ള ബന്ധം നമുക്കുണ്ടാകണം. ഈ രൂപത്തിലുള്ള ശർഈയായ റുഖിയകളും മന്ത്രങ്ങളും പ്രാർത്ഥനകളും അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ അല്ലാഹുവിനോട് ചെയ്യാൻ ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു അവസ്ഥയിലേക്കാണ് നാം പോകേണ്ടത്. നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത്, നമുക്കൊരു പ്രയാസമോ ദുരിതമോ രോഗമോ ഒക്കെ വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് യഥാർത്ഥത്തിൽ ചെറിയ വിഷയമല്ല എന്ന് നമ്മൾ അറിയണം. ഒരു ചെറിയ സംഭവമായി നാം അതിനെ കാണരുത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മഹാനായ ശിഷ്യനാണ്. വളരെ പ്രഗത്ഭനായ പണ്ഡിതൻ, അനേകം ഗ്രന്ഥങ്ങളുടെ രചയിതാവ്. അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അതിശക്തമായ സ്വാധീനമുണ്ടാക്കും. അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്, ഷിഫാഉൽ അലീൽ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം മുഅ്മിനുകൾക്ക് ബാധിക്കുന്ന രോഗങ്ങൾക്ക് കിട്ടാവുന്ന എന്തുകൊണ്ട് രോഗങ്ങൾ ബാധിക്കുന്നു, മുഅ്മിനിനെ രോഗങ്ങളും പ്രയാസങ്ങളും ബാധിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ 100 നേട്ടങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, പ്രയാസം, രോഗം, ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ബേജാറാകേണ്ട ഒരു സംഗതിയല്ല എന്നർത്ഥം. അവന് നേട്ടമുണ്ടാകുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിനോട് ചോദിക്കാനുമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്നർത്ഥം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ രൂപത്തിലുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ ഒരു രൂപമാണ് നാം
ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ ഇത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അദ്ദേഹം രോഗികളെ സന്ദർശിക്കുന്ന രംഗമുണ്ട്. ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ മഹദി സഹാബിയാണ്. അവരെ റസൂലുള്ള രോഗിയായിരിക്കെ സന്ദർശിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ള അവരോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, അബ്ശിരി യാ ഉമ്മുൽ അലാ ഫഇന്ന മർദൽ മുസ്ലിം. അല്ലയോ ഉമ്മുൽ അലാ, നീ സന്തോഷവതിയായിരുന്നോ? നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ സന്തോഷ വാർത്ത? ഫഇന്ന മർദൽ മുസ്ലിം യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാ കമാ തദ്ഹബുൻ നാറു ഖബസൽ ദഹബി വൽ ഫിദ്ദ. അറിയണം, രോഗമെന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും അവന്റെ പാപങ്ങളെ ഇല്ലാതാക്കും. ഏതുപോലെയെന്നോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സ്വർണം ഉരുക്കുന്ന പണിക്കാർ, സ്വർണ്ണപ്പണിക്കാരും വെള്ളിപ്പണിക്കാരുമൊക്കെ അതിനെ ഉരുക്കി ഉരുക്കി അതിനെ നല്ലത് വേർതിരിച്ച് ചീത്തയെ ഒഴിവാക്കുന്ന രീതി കണ്ടിട്ടില്ലേ? അതുപോലെ അല്ലാഹു തആല മനുഷ്യനെ നന്നാക്കിയെടുക്കുകയാണ്, അവന്റെ തെറ്റുകളിൽ നിന്ന് അവനെ മുക്തമാക്കുകയാണ് രോഗം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് അല്ലാഹുവിനോട് മാത്രമേ നമ്മൾ ദുആ ചെയ്യാവൂ, പ്രാർത്ഥിക്കാവൂ എന്ന കാര്യമാണ്. അത് അല്ലാഹു നമ്മളോട് വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. ഇതാണ് ഈ പ്രസ്ഥാനം മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിലുണ്ടാക്കിയ ഏറ്റവും കടുപ്പമുള്ള നവോത്ഥാനം. രോഗങ്ങൾ വന്നപ്പോൾ മനുഷ്യന്മാർ പലതിനെയും ആശ്രയിച്ചു. നിങ്ങൾക്കറിയാം, ആശുപത്രികൾക്ക് പകരം പിഞ്ഞാണമെഴുത്തിലേക്കായിരുന്നു മനുഷ്യന്മാർ പോയത്. ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകേണ്ടതിന് പകരം ഏതൊക്കെയോ പൂജാരികളുടെയും തങ്ങന്മാരുടെയും ബീവികളുടെയും അടുത്തേക്കായിരുന്നു പോയിരുന്നത്. അവിടുന്നൊക്കെ ആളുകളെ നാം ചുരുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. ഓർക്കുന്നില്ലേ നിങ്ങൾ എത്രയെത്ര രംഗങ്ങൾ? എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം, ഗർഭം ചുമന്ന പ്രസവിക്കാനായ പെണ്ണ് പ്രസവവേദന അനുഭവിച്ച് പിടയുന്ന സമയത്ത് കോലായിലിരുന്ന് നഫീസത്ത് മാല പാടി, ഈ മാല പാടിത്തീരുമ്പോഴേക്ക് പ്രസവിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചു നിന്നിരുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര മക്കളായിരിക്കും ആ രൂപത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുണ്ടായിരിക്കുക. അത് പറയാൻ നമ്മൾ ആളല്ലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ പറ്റില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച സബബുകൾ തേടുക, കാരണങ്ങൾ തേടുക എന്നതിലേക്ക് സമൂഹത്തെ എത്തിക്കുകയാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തത്. അത് തന്നെയാണ് നമുക്ക് ഏത് കാലത്തും ഇനിയും പറയാനുള്ളത്. നമ്മൾക്ക് അള്ളാഹു ചോദിച്ച ചോദ്യമാണ് സമൂഹത്തോട് ചോദിക്കാനുള്ളത്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ വയക്ഷിഫുസ്സൂ. ആരോടും നമുക്ക് ചോദിക്കാം. ഇത് ഈ ആയത്തോതുമ്പോ ഞങ്ങളെപ്പറ്റി ഓതി എന്നാരും പറയരുതേ. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ. പ്രയാസം വന്നാൽ, ദുരിതം വന്നാൽ, ദുആ ചെയ്താൽ ഉത്തരം നൽകുക ആരാണ്? വയക്ഷിഫുസ്സൂ. ആരാണ് ആപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുക, നമുക്ക് ആപത്തുകൾ മാറ്റിത്തരിക? ആരാണെന്ന് ചോദിച്ചാൽ അല്ലാ എന്ന ഉത്തരം പറയാൻ ഈ സമൂഹത്തെ പാകമാക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്ത ഏറ്റവും വലിയ നവോത്ഥാന പ്രവർത്തനം. അത് തന്നെയാണ് ഇനിയും നമുക്ക് നടത്താനുള്ളത് എന്ന് ഇസ്ലാഹി പ്രവർത്തകരോട് പ്രത്യേകമായി ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഭൗതികമായ വിഷയങ്ങളിൽ മാത്രമല്ല. റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഭൗതികം അഭൗതികം എന്ന് നാം വിഷയങ്ങളെ വേർതിരിക്കുകയാണെങ്കിൽ അഭൗതികമായ വിഷയങ്ങൾക്ക് മാത്രമല്ല, ദുനിയാവിലെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും അള്ളാഹുവിൻ്റെ സഹാബത്ത്, റസൂലിന്റെ സഹാബത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബൂദാവൂദ് ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരസമയത്ത് പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഫറഅ ഫീഹി റജുലൻ മിനൽ അൻസാർ. ആ പള്ളിയിലപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാളുണ്ട്. യുഖാലു ലഹു അബൂ ഉമാമ. അബൂ ഉമാമ എന്ന് പേരുള്ള ഒരാൾ. നബി തിരുമേനി അദ്ദേഹത്തെ
അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ സമയത്ത്, നമസ്കാരത്തിന്റെ സമയമല്ലാത്ത ഈ സമയത്ത് എന്ത് പറ്റി, എന്തിന് പള്ളിയിൽ വന്നു എന്ന് റസൂലുള്ള അബൂ ഉമാമയോട് ചോദിക്കുമ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഹുമൂമുൻ ലസിമത്നി വദുയൂനുൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, കടം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നു. ആ കടം വരുത്തിയ വല്ലാത്ത മാനസിക ദുഃഖമാണ്, ക്ലേശമാണ്. നോക്കൂ നിങ്ങൾ, ഓടി വന്നത് അള്ളാഹുവിന്റെ പള്ളിയിലേക്കാണ്. എന്നിട്ട് റസൂലുള്ള ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, കടമെന്നത് മനുഷ്യന്റെ ഭൗതികമായ വിഷയമല്ലേ? ഹുമൂമും മനുഷ്യന്റെ ഭൗതികമായ വിഷയമല്ലേ? എങ്കിൽ കേൾക്കുക, റസൂലുള്ള അബൂ ഉമാമയോട് ചോദിക്കുന്നു, അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക് വഖളാ അൻഹു ദൈനക്. അല്ലയോ അബൂ ഉമാമ, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെയോ? ആ വാക്ക് നീ പറഞ്ഞാൽ നിന്റെ മാനസികമായ പ്രയാസങ്ങൾ ഇല്ലാതാകും അബൂ ഉമാമ. നിന്റെ കടം അത് മുഖേന വീടും അബൂ ഉമാമ എന്ന് റസൂലുള്ള പറയുകയാണ്. ആ സമയത്ത് അബൂ ഉമാമ പറഞ്ഞു, അതേ റസൂലുള്ള, എന്നെ പഠിപ്പിച്ചാലും. റസൂലുള്ള പഠിപ്പിക്കുന്നത് നോക്കൂ, ഖുൽ ഇദാ അസ്ബഹ്ത വ ഇദാ അംസൈത. അബൂ ഉമാമ, രാവിലെയും വൈകുന്നേരവും നീ പറയണം, അല്ലാഹുമ്മ 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 ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. മുഅ്മിനുകളെ, പഠിച്ചു വെച്ചോ, നമുക്ക് അള്ളയുണ്ട്. നമ്മുടെ ഭൗതികമായ വിഷയത്തിൽ പോലും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മാനസിക പ്രയാസം അനുഭവിക്കുന്നവർ എവിടെയും പോണ്ട, അല്ലേ? പോകാൻ സ്ഥലം വേണം എന്നാ പറയണത്. പോകാൻ സ്ഥലം ഏതാ? അബൂ ഉമാമ പഠിപ്പിച്ചു തന്ന സ്ഥലം പോരെ? അള്ളാഹുവിന്റെ പള്ളി പോരെ? അള്ളാഹുവിന്റെ റസൂലിതാ പറഞ്ഞു തരുന്നു. ചോദിച്ചോ അള്ളാഹിനോട് രാവിലെയും വൈകുന്നേരവും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്. എന്റെ കൂട്ടരെ, ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണോ? പിന്നിലേക്ക് പോവുകയാണോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിനൽ ഹമ്മി വൽ ഹുസൻ, എന്റെ മാനസിക ദുഃഖത്തിൽ നിന്നും എന്റെ പ്രയാസങ്ങളിൽ നിന്നും. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, എനിക്ക് ബാധിച്ചിട്ടുള്ള ദുർബലതയിൽ നിന്ന്. അജ്സ്, ദുർബലത. ആരോടാ ചോദിക്കേണ്ടത്? അള്ളാഹിനോട് ചോദിച്ചോ. വൽ കസൽ, അലസത വരുന്നതിൽ നിന്ന്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബഖൽ, എനിക്ക് ധൈര്യമില്ലായ്മ വരുന്നു, എനിക്ക് ലുബ്ധ വരുന്നു, പിശുക്ക് വരുന്നു. നാഥാ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ വഖഹരി റിജാൽ, കടം വന്ന് കൊന്നുകൂടി ജനങ്ങൾ എന്നെ ജയിച്ചടക്കുമോ, എന്നെ പ്രയാസപ്പെടുത്തുമോ, എനിക്ക് പേടിയാകുന്നു. നാഥാ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇത് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. ഇനി നിങ്ങൾ കേട്ടോ, അതിന്റെ ബാക്കി ഭാഗം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖുൽതു ദാലിക്. വിശ്വാസികളെ, കരുതിക്കോ, നമ്മുടെ വിശ്വാസത്തിന് ദൃഢത വേണം. പടച്ചറബുമായുള്ള നമ്മുടെ ബന്ധം ശക്തമാകണം. ഫഖുൽതു ദാലിക്, ഞാനത് പറഞ്ഞു. ഫഅദ്ഹബല്ലാഹു തആല, അപ്പോൾ അല്ലാഹു തആല പോക്കിത്തന്നു. ഹമ്മി വഗമ്മി വഖളാ അന്നി ദൈനി, എന്റെ മാനസിക ദുഃഖം, എന്റെ വേദന എനിക്ക് അല്ലാഹു പോക്കിത്തന്നു. വഖളാ അന്നി ദൈനി, അല്ലാഹു എന്റെ കടം എനിക്ക് വീട്ടിത്തന്നു എന്ന് പറയുന്നത്, സഹോദര പറയുക, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. അല്ലാഹുവിന്റെ റസൂൽ, അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച സഹാബത്തില്ലേ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ചത്